ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് അഡീനിയം ചെടിക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ജൈവവളത്തിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് വലിയ ചിലവില്ലാതെ ചെടിയൊക്കെ കൊടുക്കാൻ പറ്റിയൊരു വളം ഈ ആട്ടിൻ കാഷ്ടം. നമുക്ക് നാട്ടിൻ പുറത്തൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടും. ഇപ്പം പിന്നെ വളം വയ്ക്കുന്ന കടകളിലൊക്കെ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഈ ആട്ടിൻ കാഷ്ടത്തിനകത്ത് NPK നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെടികളുടെ വളർച്ചയ്ക്കും നല്ല രീതിയിൽ പൂവിടാനും നല്ലപോലെ പ്രയോജനപ്പെടുന്ന ഒരു വളം ഈ ആട്ടിൻ കാഷ്ടം. ഈ അഡീനിയം ചെടികൾക്കൊക്കെ മഴ സമയത്ത് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റിയൊരു വളം ആട്ടിൻ കാഷ്ടം. നല്ല രീതിയിൽ പൂക്കളുണ്ടാവാനും ചെടികളുടെ കോഡക്സ് നല്ല രീതിയിൽ വലുതാവാനും ഒക്കെ ഈ ആട്ടിൻ കാഷ്ടം ഇടുമ്പോൾ നല്ല രീതിയിൽ ചെടികൾ വളരുന്നുമുണ്ട്. അതിൻ്റെ കോഡക്സ് ഒക്കെ നല്ല രീതിയിൽ വലിപ്പവും വെക്കുന്നുണ്ട്. ഈ ആട്ടിൻ കാഷ്ടത്തിൽ പൊട്ടാഷ്യൻ്റെ അളവ് നല്ല രീതിയിൽ ഉണ്ടായതുകൊണ്ട് നമ്മൾ ചെടികൾ റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനകത്ത് ബഡ് വരാനും പൂക്കളുണ്ടാവാനും അതേണൊക്കെ നമ്മൾ ഇതുപോലെ ചെറിയ പ്ലാന്റുകളെ നമ്മൾ റീപ്പോർട്ട് ചെയ്യുമ്പം അതിനകത്ത് മണ്ണിനകത്ത് പോട്ടി മിക്സിനകത്ത് നമ്മൾ ചാണകപ്പൊടിയുടെ കൂടെ ആട്ടിൻ കാഷ്ടവും കൂടെ ചേർത്താൽ പെട്ടെന്ന് ആ ചെടികളുടെ വളർച്ചയും അതേണക്ക് അതിനകത്ത് മുട്ട് വരാനും ചെടികൾ നല്ല രീതിയിൽ തഴച്ച് വളരാനും ഒരുപാട് മുകുളങ്ങൾ വന്ന് ചെടി നല്ല രീതിയിൽ ഒരുപാട് തണ്ടുകളുണ്ടായി ചെടികൾ നല്ല രീതിയിൽ വളരാനും നല്ല ബുഷിയായിട്ട് വളരാൻ സഹായിക്കുന്ന നല്ലൊരു വളമായി ആട്ടിൻ കാഷ്ടം. അതുകൊണ്ട് നമുക്ക് ചെറിയ ചെടികൾ നമ്മൾ റീപ്പോർട്ട് ചെയ്യുമ്പം ആട്ടിൻ കാഷ്ടം നല്ല രീതിയിൽ കൊടുത്താൽ ചെടികൾ പെട്ടെന്ന് വളരുകയും ചെയ്യുന്നുണ്ട്, നല്ല ബുഷിയായിട്ട് വളരുകയും ചെയ്യുന്നുണ്ട്. ഈ ആട്ടിൻ കാഷ്ടം നമ്മൾ കൊടുക്കുമ്പം വെറുതെ ഇതുപോലെ ആട്ടിൻ കാഷ്ടമായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കരുത്. നമ്മളതൊന്ന് പൊടിച്ച് പൊടിയ രൂപത്തിൽ വേണം ഇട്ട് കൊടുക്കാൻ. അല്ലാതെ നമ്മൾ ഈ ആട്ടിൻ കാഷ്ടം ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ അത് ചെടിക്ക് വലിയ പ്രയോജനം കിട്ടത്തില്ല, അതുപോലെ അങ്ങ് കിടക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് പൊടിച്ച് വേണം നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിനെ പൊടിച്ച് കിട്ടാനായിട്ട് നമ്മളൊരു ചാക്കിനകത്ത് കുറച്ച് ആട്ടിൻ കാഷ്ടം എടുത്ത് നിറച്ച് വെച്ചിട്ട് കുറച്ച് വെള്ളം നനച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പം മഴ സീസൺ ആയതുകൊണ്ട് നമ്മൾ വെളിയിലോട്ട് വെച്ചിരുന്നാൽ മതി. അത് കുതിരുമ്പോൾ നമ്മൾ അതിൻ്റെ മേളിൽ ഒരു വെയിറ്റുള്ള എന്തെങ്കിലും സാധനം വെച്ച് നല്ലോണം പ്രസ് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ അത് പൊടിഞ്ഞു കിട്ടും. എന്നിട്ട് ആ പൊടി രൂപത്തിലുള്ള ആട്ടിൻ കാഷ്ടം ആയിരിക്കണം നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കേണ്ടുന്നത്. എങ്കിലേ നമുക്ക് നമ്മുടെ ചെടികൾക്ക് പെട്ടെന്ന് അത് വലിച്ചെടുക്കാനും ചെടികൾക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുകയും ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇത് നല്ല രീതിയിൽ പൊടിച്ച് വേണം ചെടികൾക്ക് കൊടുക്കാനായിട്ട്. മഴ സമയത്ത് നമുക്ക് ഇത് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല, ചെടികൾക്ക് നല്ല വളർച്ചയുണ്ടാവും. പ്രത്യേകിച്ച് വലിയ കീടബാധയൊന്നും ഉണ്ടാവത്തില്ല. ഇത് ചെറിയ ചെടികൾ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പം പോട്ടി മിക്സിൻ്റെ കൂടെ ചാണകപ്പൊടിയും എല്ലുപൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ 2-3 പിടി ആട്ടിൻ കാഷ്ടത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ ചെടികൾ നല്ല രീതിയിൽ വളർന്ന് നല്ല ബുഷിയായിട്ട് വളർന്നു വരും. പിന്നെ വലുതായിട്ട് നിൽക്കുന്ന ചെടികളാണെങ്കിൽ നമ്മൾ ദൂരെ കൂട്ടി ചെവിടൊന്ന് അളിച്ചു കൊടുത്ത് കോഡക്സിനൊന്നും മുറിവ് തട്ടാതെ ദൂരെ കൂട്ടി ചെവിടൊന്ന് അളിച്ചു കൊടുത്തിട്ട് നമ്മൾ ദൂരെ കൂട്ടി ഈ ആട്ടിൻ കാഷ്ടത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്ത് നിർത്തിയിരുന്ന ചെടികൾ നല്ല രീതിയിൽ വളർന്നു വരും, നല്ല രീതിയിൽ പൂക്കളും ഉണ്ടാകും. പൂക്കളുണ്ടാവാൻ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു വളമാണ് ഈ ആട്ടിൻ കാഷ്ടം. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അഡീനിയം ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വളമാണ് ആട്ടിൻ കാഷ്ടം. ആട്ടിൻ കാഷ്ടം പൊടിച്ച് പൊടി രൂപത്തിലാക്കി ഇട്ട് കൊടുക്കണമെന്നുള്ളൊരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കണം. അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമ്മുടെ അഡീനിയം ചെടികൾക്ക് എല്ലാവരും ഈ ആട്ടിൻ കാഷ്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്